നിങ്ങളുടെ യൗവനം നശിപ്പിച്ച് കളയരുത്. കാരണം യൗവനം എന്ന് പറഞ്ഞാൽ ക്രോസ് റോഡാണ്. എങ്ങോട്ട് പോകണം, ഇടത്തോട്ടോ വലത്തോട്ടോ മുമ്പോട്ടോ പുറകോട്ടോ എങ്ങോട്ട് പോകണമെന്നറിയാതെ ഇങ്ങനെ കവലയിൽ നിൽക്കുന്ന അനുഭവമാണ് പല യൗവനങ്ങൾ അനുഭവിക്കുന്നത്. ഇവിടെ എടുക്കുന്ന തീരുമാനം തെറ്റിപ്പോയാൽ പിന്നെ അങ്ങോട്ടെല്ലാം തെറ്റായിരിക്കും. ആ ജീവനാണ്. പിന്നെ തിരിച്ചു വരാനും ഒത്തിരി സമയമെടുക്കും. അതുകൊണ്ട് യൗവനത്തിലെടുക്കുന്ന തീരുമാനങ്ങളൊക്കെ വളരെ വിലപ്പെട്ടതാണ്. അതുകൊണ്ടാണ് പ്രഭാഷകന്റെ പുസ്തകത്തിൽ 25:3 തോന്നുന്നു വചനം പറയുന്നുണ്ട്, യൗവനത്തിൽ സമ്പാദിക്കാൻ കഴിയാത്തവന് വാർദ്ധക്യത്തിൽ എന്ത് നേടാൻ കഴിയും. ഇപ്പൊ യൗവനത്തിൽ നമുക്കൊരു കരുത്തുണ്ട്, ഒരു ബലമുണ്ട്, ഒരു ധൈര്യമുണ്ട്. ആ യൗവനത്തിൽ നമുക്ക് സമ്പാദിക്കാൻ പറ്റുന്നില്ല. യൗവനത്തിൽ നമ്മൾ എന്തോരം കഷ്ടപ്പെടുന്നുണ്ട് പിള്ളേർ. നമ്മുടെ പിള്ളേർ IELTS പഠിച്ച് OET പഠിച്ച് വിദേശത്ത് കടന്ന് പണിയെടുക്കുന്നു, പഠിക്കാൻ പോകുന്നു. അപ്പൊ യൗവനത്തിന്റെ കരുത്തല്ലേ, അധ്വാനിക്കുമല്ലോ അവര്. ഭൗതിക അധ്വാനം മാത്രം പോരാ യൗവനത്തിൽ, അതിനോടൊപ്പം ചേർത്ത് വെക്കേണ്ട ആത്മീയ അധ്വാനമുണ്ട്. ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ശരീരം മാത്രം വളരുന്നല്ലോ, മനസ്സും വളരണം, ആത്മാവും വളരണം, എല്ലാവരും വളർച്ച ഉണ്ടാകണം. അപ്പൊ യൗവനത്തിൽ തന്നെ എനിക്ക് ആത്മീയ നന്മകളും എന്റെ ജീവിതത്തിൽ എനിക്ക് സമ്പാദിക്കാൻ പറ്റണം. ദൈവരാജ്യത്തിന്റെ നന്മകളും എന്റെ ജീവിതത്തിൽ വളർത്തിയെടുക്കാൻ പറ്റണം. അതുകൊണ്ട് യുവാക്കളോടൊറ്റ കാര്യം പറയാനുള്ളൂ, നിങ്ങളുടെ യൗവനം നശിപ്പിച്ച് കളയരുത്.